ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വീഡിയോ ആണ്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. കണ്ണൻ കുളിക്കാൻ വേണ്ടിയിട്ട് കയറി. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ദെൻ റെഡി ആവാനായിട്ട് പോവാണ്. രാവിലെ അറിയാമല്ലോ, രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. രാവിലെ എഴുതിയിട്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ അച്ഛനാണ് ലാക്റ്റി ഉണ്ടാക്കി തന്നത്. രാവിലെ യൂഷ്വൽ ഞാൻ എപ്പോഴത്തെയും പോലെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ കൊടുക്കാറുണ്ട്. ഞാൻ എൻ്റെ ഒരു സ്കിന്നിനനുസരിച്ചുള്ളത്, എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ ക്രീമാണ് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത്. അൻകഫേൻ്റെ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ലിപ്പിലാണെങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പവർ ബോണ്ടിൻ്റെ ലിപ് ഗ്ലോസ് വന്നിട്ട് ഭയങ്കര ഒരു ലിപ്പിന് നല്ലൊരു പ്ലമ്മിങ് എഫക്റ്റ് വരും. ആസ് യൂഷ്വൽ ഞാൻ മിക്കപ്പോഴും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പ്ലമ്മിങ് ആയിട്ടുള്ള പ്ലമ്മിങ് എഫക്റ്റ് തരാൻ വേണ്ടി പ്ലമ്മിങ് ആയിട്ടിരിക്കും. ഇപ്പോൾ നല്ല പ്ലമ്മിങ് ആയിട്ടിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. റെവല്യൂഷൻ്റെ ആണ് കേട്ടോ. റെവല്യൂഷനാണ് ബ്രാൻഡ്. സോ നല്ലതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ സ്കിന്നിന് എപ്പോഴും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടാറുണ്ട്. ഞാൻ എപ്പോഴത്തെ പോലെ ഉപയോഗിക്കാറുള്ള സൺസ്ക്രീൻ എന്ന് വെച്ചാൽ ഡോട്ട് ആൻഡ് കീയുടെ ആണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ ഞാൻ ബേജാണ് നമ്മുടെ ടിൻറ്റഡ് സൺസ്ക്രീമാണ് ഡോട്ട് ആൻഡ് കീ. സോ അതാണ് നെക്സ്റ്റ് മേക്കപ്പ് ഒന്നും ഇടാണ്ട് തന്നെ ഭയങ്കര ഒരു സൂപ്പർ ഒരു സ്കിന്നിന് നല്ലൊരു സ്മൂത്തി എഫക്റ്റാണ്. കണ്ടോ, നല്ല ഒരു അടിപൊളിയായിട്ടുള്ള സ്കിന്ന് ഭയങ്കര സ്മൂത്തിങ് ആയിട്ടുള്ള നല്ല സൺസ്ക്രീനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ നൈക്കേൻ്റെ ഗെറ്റ് ചീക്കി എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഷെയ്ഡ് വന്നിട്ട് പീച്ചാണ് കേട്ടോ. ഫ്ലെറ്റി പീച്ച്. അത് ലൈറ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബ്ലഷ് ഇല്ലാതെ എന്ത് ജീവിതമല്ലേ. ബ്ലഷൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ടാണ് ട്രെൻഡിങ് ആയിട്ടുള്ളത്. ബ്ലഷ് ഭയങ്കര ഇതായിട്ടുള്ള ചിലതൊക്കെ ഭയങ്കര ഈ റെഡിഷ് ആയിട്ടുള്ള ഭയങ്കര ഇത്. പിന്നെ ലവ് ടെക്കിൻ്റെ യൂഷ്വൽ ലവ് ടെക്കിൻ്റെ ബ്ലഷാണ് കേട്ടോ. അതൊരു പീച്ച് ഷെയ്ഡാണ്. പക്ഷെ എനിക്കിപ്പോൾ കുറച്ച് ബ്ലഷ് എനിക്കിഷ്ടമാണ്. ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു പ്ലിക്സിയുടെ ബ്ലഷും കൊണ്ട് നടക്കാറുണ്ട് ഹാൻഡ് ബാഗിൽ. അപ്പോൾ അതെടുത്ത് യൂസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതാണ് എൻ്റെ ബേസായിട്ട് ഞാൻ ഇടാറുള്ള മേക്കപ്സ്. ഇനി ഞാൻ ഐബ്രോവും കണ്ണൊക്കെ ചെയ്തിട്ട് വരുന്നു പെട്ടെന്ന്. ഫേസ് മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. ലിപ്സ്റ്റിക് ഇട്ടു, മസ്കാര ഇട്ടു, ലൈറ്റായിട്ടൊരു ഞാൻ ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് ഇപ്പം കുറേ നാളായിട്ട് റെഗുലറായിട്ട് ഉപയോഗിച്ച് പോകുന്നത്. ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ ഒന്നും അല്ല, നമ്മുടെ മാർസിനെയാണ്. ഭയങ്കര അഫോർഡബിളായിട്ടും ഭയങ്കര റേറ്റ് കുറവും, പക്ഷേ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സസ്റ്റി സുംബ എന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് കുറേ നാളായിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എന്തെങ്കിലും എനിക്ക് ആ ലിപ് ഷെയ്ഡ് അതിന് സ്യൂട്ടബിൾ ആവുന്നില്ല എന്ന് എനിക്ക് അത്ര തോന്നായിക ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വേറെ കൊണ്ട് ഉപയോഗിക്കുള്ളൂ. അല്ലാത്ത സമയമെല്ലാം ഞാൻ ഈ മാർസിൻ്റെ സസ്റ്റി സുംബ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നുന്നത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇനി ഇന്നിടുന്ന ഡ്രസ്സ് എന്ന് വെച്ചാൽ ആനിവേഴ്സറി ആയിട്ട് ഞാൻ കല്യാണത്തിന് ഇട്ടപ്പോൾ തന്നെ ഈ ബ്ലൗസ് ഞാൻ കല്യാണത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതിനിട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ആനിവേഴ്സറിക്ക് എനിക്ക് ഈ ബ്ലൗസ് ഇട്ടേനോ. സെറ്റ് സാരിയാണ് യൂഷ്വലി ഉടുക്കാറുള്ളത്. സോ ഇന്ന് സെറ്റ് സാരിയാണ് ഉടുക്കാറുള്ളത്. ഇത് ലാസ്റ്റ് ഞാൻ ബാലരാമപുരത്ത് പോയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്തൊരു സെറ്റ് സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സെറ്റ് സാരിയാണ്. അപ്പം അതാണ് ഞാൻ ഇന്ന് ഡ്രേപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് മുല്ലപ്പൂ ഉണ്ടോ, കഴിഞ്ഞ ദിവസം കണ്ണൻ കറുകച്ചാലിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണേ.
ഞാൻ ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെക്കാറുള്ളത്. എങ്കിൽ ആ പൂ 1 വീക്ക് വരെ വേണമെങ്കിലും ഫ്രിഡ്ജിനകത്ത് ഒന്നും ചെയ്യാണ്ടിരിക്കും. ഇതുപോലൊരു പാത്രത്തിനകത്തിട്ട് കവറൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സോ മുല്ലപ്പൂ ഇല്ലാതെ എന്താണ് അമ്പലം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഓർണമെൻറ്റ്സ് ആയിട്ട് ഇടുന്നത് അയ്യോ എൻ്റെ ചരട് പോയെന്ന് തോന്നുന്നു. ചരട് പോയി. ചരട് ഞാൻ സോറി ഗൈസ്, ചരട് ഇളകിപ്പോയി. 2 ഇളക്കത്താലി പേരായിട്ട് ഉപയോഗിക്കാമെന്ന് കരുതിയായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് സംഭവം പാളിപ്പോയി. കാരണം അങ്ങനെ വേറെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം രണ്ടും മറ്റത് ഇച്ചിരി ലൗഡായിട്ട് നിൽക്കുന്നതാണേ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ആ സമയം ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പറയരുതേ, ഉപേക്ഷിക്കരുതേ, നീ അങ്ങനെ പറയല്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇളക്കത്താലി എന്ന് വെച്ചാൽ നമ്മളെ കല്യാണം തൊട്ടാണ് എനിക്ക് തോന്നുന്നു ഇളക്കത്താലി ഭയങ്കര ട്രെൻഡിങ് ആയതെന്ന് തോന്നുന്നു. സോ ഇളക്കത്താലി മാറങ്ങോട്ട് കഴിഞ്ഞ് അപ്പുറത്തെ കണ്ണാടി നോക്കാം. കേസ് ഞാൻ ഇളക്കത്താലി കെട്ടിയിട്ട് കണ്ണാടിയിലേക്ക് നോക്കി ഇളക്കത്താലി തിരിഞ്ഞു പോയി. ഇപ്പൊ ഓക്കെ ഇല്ലേ? കൂടെ ഞാൻ പെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിയ ഇളക്കത്താലി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ താലിക്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഇളക്കത്താലി പോലെ തന്നെ ഇങ്ങനെ ഇളക്കമുള്ളതാണ്. ഇതാണ് കേട്ടോ. ഇത് കൂടി ഇട്ടപ്പോൾ ഭയങ്കര ഒരു ഓവറായിട്ടൊക്കെ എനിക്ക് തോന്നി. ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ താഴേക്ക് കെട്ടാം, അല്ലെങ്കിൽ മുകളിലേക്ക് കെട്ടാം എന്നൊക്കെ വെച്ചിട്ടായിരുന്നു. പക്ഷെ ഇത് നോക്കി കുറച്ച് ഓവറല്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. കമ്മല്, ഈ കമ്മലിനെ പറ്റി എല്ലാവരും ചോദിച്ചാട്ടോ. ഞാൻ ഒരു ഓൺലൈനിൽ കണ്ടിട്ട് വാങ്ങിയതാണ്. സോ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മല്. ഈ കമ്മലൊക്കെ കണ്ടിന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ചെവി എപ്പോൾ അടിച്ചു പോയെന്ന് കേട്ടാൽ അടിച്ചു പോയെന്നല്ല, ചെവി കയറിപ്പോയെന്ന് കേട്ടാൽ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മിതമായ തരത്തിലുള്ള കമ്മലിടുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ എടുക്കുക പോകുന്നത്തെ നല്ല ഡൊമക്ക് കമ്മലിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്ക് സാരി ട്രിപ്പ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായ സെറ്റ് സാരിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ ഈ സെറ്റ് സാരി എടുത്തു കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ പാറ്റേൺ അല്ല, വേറൊരു പാറ്റേണിൽ വേറെ കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ വേറൊരു കുട്ടി അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അത് ഉണ്ടോ എന്ന് പോയി നോക്കിയപ്പോഴത്തേക്കില്ല. ഇത് വേറൊരു കുട്ടി എടുക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ഇത് എടുത്തത്. അപ്പോഴാണ് ഇത് കണ്ടത്, ഈ സെറ്റ് സാരി കണ്ടത്. ആ കുട്ടി തന്നെ ഞാൻ എടുത്ത മറ്റേ സെറ്റ് സാരി കണ്ടിട്ട് അതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അതില്ല, അതാകെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. സോ എനിക്കപ്പോൾ ഇതും കിട്ടി, ആവരണം കിട്ടി. ആവരണം ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും നല്ല ഒക്കേഷനിൽ ഞാൻ എപ്പോഴും സാരി ട്രൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാനൊരു പിന്ന് വയ്ക്കാറുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ ചവിട്ടിയൊക്കെ ചിലപ്പം അറിയാണ്ട് ഇത് ഇളകി പോകാറുണ്ടേ. നോർമലി ഞാൻ ഇവിടെ ഒരു പിന്നി കൊടുക്കാറുണ്ട്. ബ്ലൗസ് കണ്ടോ, എനിക്ക് ഇങ്ങനെ ഇരിക്കണം, ഒരു വൃത്തികേടും ഇല്ലാതെ ഭയങ്കര ഇങ്ങനെ ഫിറ്റിംഗ് ആയിട്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് വയറിൻ്റെ അവിടെ കുറച്ച് ലൂസായി, പക്ഷെ എന്നാലും ഒരു വൃത്തികേടില്ലാതെ വളരെ നീറ്റായിട്ടിരിക്കുന്നു. എനിക്ക് ഇവിടെ ഒന്നും ക്ലീവേജ് ഒന്നും കാണാണ്ട് ഇച്ചിരി കവേർഡായിട്ട് അങ്ങനെ ഇരിക്കണം. കണ്ട ഇപ്പോൾ പറയാണ് 8:30 ആകുമ്പം അമ്പലം അടയ്ക്കും എന്നാണ് പറയുന്നത്. ഇത് കുത്താനുള്ള സഹായം വേണമെങ്കിൽ കണ്ണിൻ്റെ തന്നെ ഒരുപാട് ഇറക്കുന്നില്ല, കാരണം മഴയാണ്. അല്ലെങ്കിൽ തന്നെ ഇത് ഇനിയിപ്പോൾ ഓൺലൈൻ ഇടുമ്പോൾ അത്യാവശ്യം നല്ല നമുക്ക് ലെങ്ത് കിട്ടും.
ഞാൻ പിന്ന് വെക്കുമ്പോൾ ഞാൻ ഈ അരികത്തൊരു പിന്ന് വെക്കാറുണ്ട്. കണ്ണ അതുപോലെ ഇവിടെ ഞാനൊരു പിന്ന് വെക്കാറുണ്ട്. ആ ബോർഡർ ഇച്ചിരി ഇതായിട്ട് നിൽക്കണം. യെസ്, സഹായം ആവശ്യമാണ് പിന്നെ കുത്താൻ. തീർച്ചയാവുന്നു. ഞാനിവിടെ പിന്നൂത്തിയതിന് ശേഷം ഞാൻ ഇതുവഴി ഇങ്ങനെ കൈയിട്ടിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഇവിടെ വയ്ക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടോ അത് കുറച്ച് ഞാനിങ്ങനെ വലിച്ചകത്തേക്ക് ഇവിടെ ഇങ്ങനെ ടക്കിങ് ചെയ്ത് വെക്കാറുണ്ട്. വളരെ നേരത്തെ ഇറങ്ങിയതാണെങ്കിലും ഒരു കിടിലം മഴ പെയ്തു കേട്ടാ. അടിപൊളി മഴയായിരുന്നു. ആ മഴയത്ത് അവിടെ നിന്നു. മഴയത്ത് വീട്ടിൽ സ്റ്റക്കായി. എന്നിട്ട് ഞങ്ങൾ ദേ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ് ഓഫ്, എപ്പോഴിറങ്ങിയാലും ഈ വൈകും. എന്താണെന്ന് അറിയത്തില്ല. 6 മണിക്ക് എണീറ്റതാണ്. 2 മണിക്കൂർ 8 മണി. അല്ല, വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാലേ, കണ്ണം പറഞ്ഞ ഞാൻ ആദ്യം എണീറ്റോളാം. 5:30 അലാറം വെക്കും ഞാൻ. എന്നിട്ട് ഞാൻ കുളിച്ചു വന്നിട്ട് പോലും ഇവിടെ ഒരാളെ എണീക്കുന്നില്ല. പറയും വലിയ വായില് ഞാനങ്ങ് ആദ്യം എണീക്കും എന്നൊക്കെ. ഞങ്ങൾ ഇതേവരെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഇതേവരെ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയിട്ടില്ല അല്ലേ? പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം പോയിട്ടില്ല. ഞാൻ കണ്ണം പോയിട്ടുണ്ട്, പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ടില്ല. പിന്നെ അതുപോലെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചും ഇതുവരെ ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അമ്പലത്തിലേക്കാണ് ഞങ്ങൾ. അപ്പൊ ഇന്ന് ഏറ്റുമാനൂർ അമ്പലത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ തിരുനക്കരയും പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കണ്ണം പറഞ്ഞത് അങ്ങ് സിറ്റിയിലാണ്. അപ്പോൾ അവിടുന്ന് പിന്നെയും ദൂരമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി അവിടെയും കൂടെ പോയി വരൊക്കെ ഇന്ന് നടക്കത്തില്ല. കുറച്ച് റഷ് ഡേ ആയതുകൊണ്ട് അത് അനദർ, അതെ, അപ്പൊ അതൊന്ന് അനദർ ഡേക്ക് മാറ്റി വെക്കാണ്. അവിടെ പോകാൻ സമയമായിട്ടില്ല എന്നാ തോന്നണം. വിളിക്കണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. ഓ ശരി, ആയിക്കോട്ടെ, വിളിക്കുമ്പോ പോ. ഏറ്റുമാനൂർ പോകണമെന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഏറ്റുമാനൂർ പോകാതെ
ഏറ്റുമാനൂരപ്പന് തോന്നണം. ഇന്നതുകൊണ്ട് എന്തായാലും ഇന്ന് രാവിലെ ഒന്ന് ഇനി അമ്പലത്തിൽ പോവുക നടക്കുമോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്തായാലും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോകുന്നു. ഇങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. നല്ല തിരക്കുണ്ട് ഇന്ന്, അടിപൊളി തിരക്കുണ്ട്. സൂപ്പർ ഡ്യൂപ്പർ തിരക്കുണ്ട്. ഇന്ന ദിവസമൊന്നുമില്ല തിരക്കില്ലാത്ത. പക്ഷെ എന്നാലും ഞാൻ ഇന്നാള് വന്ന ദിവസം തിരക്കേ ഇല്ലായിരുന്നു. ഇന്ന് ഏതാ ദിവസം ഏതാണ്? അവിടെ നിന്ന് ഒരു കാർ എടുത്ത് കേട്ടാ അങ്ങ് ഫ്രണ്ടില്. അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞ് ഏറ്റുമാനൂരപ്പനെ കണ്ട് തൊഴുത് ഞങ്ങൾ ഇറങ്ങി. തിരക്ക് കുറവായിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇട ദിവസം ആയതുകൊണ്ട് ഭംഗിയായിട്ട് തൊഴാൻ പറ്റും. ഞായറാഴ്ചയാണെങ്കിലും ഉള്ളു തിരക്ക്. ശനി ഇവിടുത്തെ നന്ദിയാണ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആട് കിടക്കണം ഇവിടുത്തെ നന്ദി. യെസ്, നന്ദി ഒരു അലക്ഷ്യമായിട്ടൊക്കെ ഇവിടുത്തെ നന്ദി, ഏറ്റുമാനൂരെ നന്ദി. അങ്ങനെ ഉത്സവത്തിനൊക്കെ എന്നാ തിരക്കാണല്ലോ ഇവിടെ. ഇവിടെയാണ് ഗാനമേള നടന്നത്. എം ജി ശ്രീകാന്തിന്റെ അടി നടന്നത്. ഗാനമേള അവളെ ഗാനമേള നടക്കുന്നു, ഇവിടെ അടി നടക്കുന്നു. അവിടെ ഗാനമേള ഇവിടെ അടി, അവിടെ ഗാനമേള ഇവിടെ അടി. അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളുടെ എല്ലാവരും ബ്ലെസ്സിങ്സും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം. ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ കൂടുക. ഇനി പുതിയ പുതിയ വീഡിയോസ് ആയി വരുന്നതായിരിക്കും. അതുവരേക്കും ബ്രേക്ക്. ടീ ബ്രേക്ക്. യെസ്.